ഇപ്പൊ നമുക്ക് പേടിയില്ലാണ്ട് പണിയെടുക്കാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലെല്ലാം ഇവിടെ വന്ന് എപ്പം രാവിലെ വന്ന് നോക്കിയിട്ടല്ലേ നമുക്കെല്ലാം പണിയെടുക്കാനാവും. അങ്ങനെ ശല്യമായിരുന്നു. ഇപ്പം പെറ്റ്സിങ് വെച്ചപ്പാന്ന് ആ ശല്യമെല്ലാം കുറഞ്ഞ് ഒരു നല്ലൊരു ധൈര്യത്തിൽ നമുക്ക് പണിയെടുക്കാം. ഇതിലെ കൂടി ഈ വീടിന് നേരെ ഇക്കരെ കിടക്കും, അല്ലെ ആ മോൾ വശത്തെ കൂടെ കിടക്കും. അങ്ങനെ ആന ഓരോ വശത്തെ കൂടി ഇങ്ങനെ കടന്നിട്ട് പിന്നെ നേരം വെളുക്കുമ്പോഴത്തേന് എതിലേ ഇറങ്ങി പോകുന്നെന്ന് പറയാൻ പറ്റില്ല. ആറളം ഫാമിന് സമീപത്തെ കർഷകന്റെ കണ്ണീരിന് അവർ തന്നെ കണ്ട പരിഹാരമാണ് ഹാങ്ങിങ് ഫെൻസിങ്. അല്ലാണ്ട് ഈ വാഴ മുഴുവൻ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ വാഴ ഇങ്ങനെ ആക്കി എടുക്കുന്നത്. ഇന്നിപ്പോൾ ധൈര്യമായി വീടിന് പുറത്തിറങ്ങാം. ഇപ്പം പിന്നെ അങ്ങനെ ഇല്ല, ആശ്വാസമുണ്ട്. ഇതിട്ടതിൻ്റെ ആശ്വാസമുണ്ട്. പകലാടുന്ന് അണ്ടി ഇരിഞ്ഞുകൊണ്ടിരിക്കും, ഈ കശ്മാവിൻ്റെ അണ്ടി ഇരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ ഈ അണ്ടി ഇരിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് ആന അതിലേ കൂടി പോക്ക് തുടങ്ങിയേന്. അതിലേ പോയി നമ്മൾ പുറകിലേ കൂടി, എന്നിട്ട് എല്ലാവരും ഓടിച്ച് ഇക്കരേക്ക് ഓടിച്ചു. എന്നാ പറയണ്ട, അതുപോലെ കഷ്ടപ്പാടായിരുന്നു. വാഴ തെങ്ങെന്നിങ്ങനെ വിളകളെല്ലാം കാട്ടാന നശിപ്പിക്കും. പ്രതിരോധ മാർഗങ്ങൾ ഓരോന്നായി പരാജയപ്പെട്ടു. ഒടുവിലാണ് 1.5 വർഷം മുമ്പ് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചത്. ഇപ്പം കുറേ നല്ല മാറ്റമുണ്ട് ഈ ഫെൻസിങ് ഇട്ടതിന് ശേഷം. അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഒരു കൃഷി നടത്താനല്ല. വാഴ എന്ന് പറഞ്ഞാൽ 10,000-2,000 വാഴ വെച്ചിട്ട് നമുക്ക് ഒരു 500 വാഴ കൊല കിട്ടിയില്ല. അത് മുഴുവൻ കളഞ്ഞു. ഏക്കർ കണക്കിന് പുല്ല് നട്ടിട്ടുണ്ട്, അത് മൊത്തം കളഞ്ഞു. ഇപ്പം ഈ ഫെൻസിങ് ഇട്ടവരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം അങ്ങനെ പോകുന്നുണ്ട്. 70-ലേറെ ആനകളുണ്ട് 7000 ഏക്കർ വരുന്ന ആറളം ഫാമിൽ. പാലപ്പുഴ മേഖലയിൽ പുഴ കടന്നാണ് ആനകൾ എത്തിയിരുന്നത്. വന്യമൃഗശല്യം നേരിടാൻ എന്താണ് ഫലപ്രദമായ മാർഗം? കണ്ണൂർ ആറളം ഫാമിനോട് ചേർന്നുള്ള കർഷകർ 1.5 വർഷം മുമ്പാണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചത്. കാട്ടാനയുടെ ശല്യത്തെ നേരിടാൻ ഈ സംവിധാനം ഫലപ്രദമെന്നാണ് ഇവിടുത്തെ കർഷകരുടെ അനുഭവം. ആറളത്തു നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.